നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കൊച്ചിയിൽ സ്വകാര്യ ബസ്സുകളുടെ നിയമലംഘനം. മദ്യപിച്ച് ബസ്സോടിച്ച 3 ഡ്രൈവർമാർ പിടിയിൽ. നിയമലംഘനം നടത്തിയ 15 ബസ്സുകൾക്കെതിരെ കേസ്. ദേശീയപാത വികസനത്തിനായി മലപ്പുറം വളാഞ്ചേരി വട്ടപ്പാറ സർവീസ് റോഡ് അടയ്ക്കുന്നു. പ്രതിഷേധം ശക്തമാക്കി നാട്ടുകാർ. റോഡ് അടച്ചാൽ യാത്രക്കാർ 7 കിലോമീറ്റർ അധികം സഞ്ചരിക്കണം. റോഡ് അടയ്ക്കുന്നത് നടപടി അപകട സാധ്യത മുന്നിൽ കണ്ടെന്ന് അധികൃതർ. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് വൻ കഞ്ചാവ് വേട്ട. 10 കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിൽ. കഞ്ചാവ് എത്തിച്ചത് പശ്ചിമ ബംഗാളിൽ നിന്ന്. നിലമ്പൂർ പൂക്കോട്ടുംപാടത്ത് കരടി ഭീഷണി. ജനവാസ മേഖലയിൽ പകൽ സമയത്ത് കരടി ഇറങ്ങി. കെണികൾ സ്ഥാപിക്കാത്തതിൽ നാട്ടുകാരുടെ പ്രതിഷേധം. വാർത്തകൾ വിശദമായി നോക്കാം. കൊച്ചിയിൽ സ്വകാര്യ ബസ്സുകളുടെ നിയമലംഘനം. മദ്യപിച്ച് ബസ്സോടിച്ച 3 ഡ്രൈവർമാർ പിടിയിലായി. നിയമലംഘനം നടത്തിയ 15 ബസ്സുകൾക്കെതിരെ കേസെടുത്തു. 50 സ്വകാര്യ ബസ്സുകളിലായിരുന്നു പരിശോധന. പോലീസും മോട്ടോർ വാഹന വകുപ്പും ചേർന്നാണ് മിന്നൽ പരിശോധന നടത്തിയത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ മേയർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് BJP പ്രതിഷേധം. അനധികൃത നിയമനങ്ങൾ നടക്കുന്നുവെന്നാരോപിച്ചാണ് BJP അംഗങ്ങൾ പ്രതിഷേധിച്ചത്. മേയറുടെ ഡയസിലേക്ക് കൌൺസിലർമാർ തള്ളിക്കയറി. അജണ്ട പൂർത്തിയാക്കി കൌൺസിൽ യോഗം പിരിഞ്ഞു. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി മലപ്പുറം വളാഞ്ചേരി വട്ടപ്പാറ സർവീസ് റോഡ് അടയ്ക്കാനുള്ള തീരുമാനത്തിൽ ഉറച്ച് അധികൃതർ. നിലവിൽ സർവീസ് റോഡിന് അനുമതിയിൽ നിന്നും വാഹനങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാലാണ് റോഡിന് അനുമതി നൽകാത്തത്. മലപ്പുറം വളാഞ്ചേരി നഗരത്തിലേക്ക് പ്രവേശിക്കാൻ വട്ടപ്പാറയിൽ സർവീസ് റോഡ് വേണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. എന്നാൽ വട്ടപ്പാറ സർവീസ് റോഡ് അടയ്ക്കാനാണ് അധികൃതരുടെ തീരുമാനം. സർവീസ് റോഡ് പ്രാവർത്തികമായാൽ വാഹനാപകടങ്ങൾ വർദ്ധിക്കുമെന്ന സാധ്യത കണക്കിലെടുത്താണ് തീരുമാനമുള്ളത്. വട്ടപ്പാറയിൽ നിന്നും താഴേക്കിറങ്ങുന്ന സമയം വാഹനങ്ങൾക്ക് വേഗത കൂടാൻ ഇടയാകുമെന്നും ഇത് വലിയ അപകടങ്ങൾക്ക് വഴിയൊരുക്കുമെന്നുമാണ് നിഗമനം. ദേശീയപാത അധികൃതർക്ക് നാട്ടുകാർ റോഡുമായി ബന്ധപ്പെട്ട് പെറ്റീഷൻ നൽകിയിരുന്നു. കൂടാതെ ജില്ലാ കളക്ടർക്കും പരാതി നൽകിയിരുന്നു. എന്നാൽ കൂരിയാട്ടെ അപകടത്തിന് ശേഷം നിർമ്മാണ കമ്പനി പല ഭാഗങ്ങളിലും റോഡിന്റെ പണികൾ സൂക്ഷ്മമായാണ് ചെയ്തു വരുന്നത്. മണ്ണിന്റെ ഗതിയിലെ വ്യത്യാസമാണ് സർവീസ് റോഡ് ബന്ധിപ്പിക്കാൻ കഴിയാത്തതെന്ന് സ്ഥലം സന്ദർശിച്ച പ്രൊജക്ട് ഡയറക്ടർ വ്യക്തമാക്കി കഴിഞ്ഞു. സാങ്കേതിക പ്രശ്നങ്ങൾ അനവധിയുള്ളതുകൊണ്ടാണ് സർവീസ് റോഡ് നിർത്തലാക്കാൻ കാരണമെന്നുമാണ് പ്രൊജക്ട് നൽകുന്ന വിവരം. എന്നാൽ സമരം ശക്തമാക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് നാട്ടുകാർ. ഇപ്പോൾ ഈ ഓടിയൽ പാലത്തു നിന്നുള്ള ആക്സസ് ആ ഒരു റോഡിലൂടെ മാത്രമാണ്. വളാഞ്ചേരി സംബന്ധിച്ചിടത്തോളം ഈ കോഴിക്കോട് റോഡിന് ഉപരിയായിട്ട് പെരിന്തൽമണ്ണ റോഡ് അതുപോലെ പട്ടാമ്പി റോഡ് എന്നുള്ള ലേക്ക് വളാഞ്ചേരിയിലൂടെ ഇറങ്ങേണ്ട ഒരു ആക്സസ് കൂടിയാണ് ഈ സർവീസ് റോഡ് എന്നുള്ളത്. അതുകൊണ്ട് അത് പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമര സന്നാഹവുമായിട്ട് ഈ ആക്ഷൻ സമിതി മുന്നോട്ട് പോകും. ഹൈവേ അധികൃതരുമായും നിർമ്മാണ കമ്പനിയുമായും ചർച്ചകൾ നടത്തി പുതിയ ഡിസൈൻ തയ്യാറാക്കുന്ന സാധ്യതകൾ മുന്നിൽ നിൽക്കുമ്പോഴും കൂരിയാട് ദുരന്തം ആവർത്തിക്കാതിരിക്കാൻ നിർമ്മാണം അതീവ ശ്രദ്ധയോടെ തീരുമാനമെടുത്ത് പൂർത്തീകരിക്കാനാണ് അധികൃതരുടെ നിലപാട്. ന്യൂസ് 18 തിരൂർ. നിലമ്പൂർ പൂക്കോട്ടുംപാടത്ത് ജനവാസ മേഖലയിലൂടെ പകൽ സമയത്തും തീറ്റ തേടിയിറങ്ങി കരടി. അമരമ്പലം പഞ്ചായത്തിലെ TK കോളനി ആന്റണിക്കാട്ടിലാണ് ജനവാസ മേഖലയിലൂടെ കരടി തീറ്റ തേടിയിറങ്ങിയത്. 2 മാസത്തിലധികമായി പ്രദേശത്ത് രാത്രിയിലെത്തി നാശനഷ്ടം വരുത്തിയിരുന്ന കരടി പകൽ സമയത്തും പുറത്തിറങ്ങി തുടങ്ങിയതോടെ പ്രദേശത്തെ ജനങ്ങൾ കൂടുതൽ ഭീതിയിലായി. ശനിയാഴ്ച വൈകിട്ടാണ് മേനോൻപറമ്പിൽ ജെറീഷിന്റെ വീടിനോട് ചേർന്നുള്ള കൃഷിയിടത്തിലേക്ക് പൂക്കോട്ടുംപാടം TK കോളനി റോഡ് മുറിച്ചു കടന്ന് കരടിയെത്തിയത്. കൃഷിഭൂമിയിലൂടെ സഞ്ചരിച്ച കരടി ചിതൽക്കൂട് നശിപ്പിച്ച് അതിൽ നിന്ന് ചിതലിനെ ഭക്ഷിച്ചുവെന്നും കല്ലെടുത്തെറിഞ്ഞാണ് കരടിയെ ഓടിച്ചതെന്നും ജെറീഷ് പറഞ്ഞു. ഞങ്ങൾ ഓടിച്ചെന്നിട്ട് പോലും, അത് ഓടിക്കാൻ വേണ്ടി കല്ലെടുത്തെറിഞ്ഞിട്ട് പോലും പുള്ളി വളരെ കൂളായിട്ട് അവിടെ കണ്ട ഒരു ചതൽപ്പുറ്റൊക്കെ മാരി തിന്ന് ഒന്ന് എടുത്തു, വലിച്ചെടുക്കുന്ന പോലെയൊക്കെ എടുത്തിട്ട് കൂളായിട്ട് നടന്ന് പുഴയിലേക്ക് പോവുകയാണ് ഉണ്ടായത്.
ഇത് ശരിക്കും പേടിച്ചാണ് ഇപ്പോൾ ഞങ്ങളൊക്കെ ഇവിടെ കഴിയുന്നത്. ഉണ്ടെന്ന് പറഞ്ഞെങ്കിലും ഇതിനെ ലൈവായിട്ട് നേരിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും നമുക്കൊരു പേടി തന്നെയാണ്. വനം RRT ജീവനക്കാർ സ്ഥലത്തെത്തി പരിശോധിച്ചപ്പോഴും കൃഷിയിടത്തിൽ കരടിയെ കണ്ടു. തുടർന്ന് റബ്ബർ ബുള്ളറ്റ് ഉപയോഗിച്ച് വെടിയുതിർത്താണ് കരടിയെ ഓടിച്ചത്. മാസങ്ങളായി പ്രദേശത്തെ അമ്പലങ്ങളിലെത്തി എണ്ണ, നെയ്യ്, ശർക്കര എന്നിവ ഭക്ഷിച്ച് മടങ്ങുന്നത് പതിവായിരുന്നു. ഒപ്പം ചില വീടുകൾക്ക് ഉള്ളിലേക്ക് കയറാനും ശ്രമിച്ചിരുന്നു. ഇതേ തുടർന്ന് കരടിയെ പിടികൂടാൻ കെണി ഒരുക്കിയെങ്കിലും ഇതിൽ കയറാതെ വീണ്ടും ഭീതി പരത്തി ജനവാസ മേഖലയിലൂടെ സഞ്ചരിക്കുന്നു. കൂടുതൽ കെണികൾ സ്ഥാപിക്കണമെന്ന ആവശ്യമാണ് നാട്ടുകാർ ഉയർത്തുന്നത്. ന്യൂസ് 18 തിരൂർ. ഷാർജയിൽ കൊല്ലം സ്വദേശിനി വിഭജിക ജീവനൊടുക്കിയ സംഭവത്തിൽ ഭർത്തൃവീട്ടുകാരെ പ്രതി ചേർത്ത് കേസ്. വിഭജികയുടെ ഭർത്താവ്, ഭർത്തൃ സഹോദരി, ഭർത്തൃപിതാവ് എന്നിവരെ പ്രതി ചേർത്താണ് കുണ്ടറ പോലീസ് കേസെടുത്തത്. ആത്മഹത്യാ പ്രേരണയും സ്ത്രീധന പീഡനവും ചുമത്തിയാണ് കേസ്. വിഭജികയുടെ ഭർത്താവ് നിതീഷ് മോഹനാണ് ഒന്നാം പ്രതി. ഇയാളുടെ സഹോദരി നീതു ബെൻസി, ഇവരുടെ പിതാവ് മോഹൻ എന്നിവരാണ് 2, 3 പ്രതികൾ. 3 പേരും ഷാർജയിലാണ്. സ്ത്രീധനത്തിന്റെ പേരിൽ മാനസികമായി പീഡിപ്പിച്ചെന്നാണ് കേസ്. ഈ മാതിരിയാക്കി അവര് ഒരു കാരണവശാലും വെറുതെ വിടരുത്. എന്റെ നാട്ടിൽ കൊണ്ടുവന്നില്ലെങ്കിൽ അവിടെ തക്കതായ ശിക്ഷ കൊടുക്കണേ. അതല്ലാതെ പറ്റത്തില്ല. എന്റെ മോക്ക് ശാന്തി കിട്ടണം. കാര്യം നിങ്ങൾ ആ ഫോട്ടോ ഒന്ന് നോക്ക്. ആ കുഞ്ഞിനെ ബാത്റൂമിൽ പൂട്ടിയിട്ടിരിക്കുന്നത്. അവിടുത്തെ ബാത്റൂം ഏതാന്ന് എനിക്കറിയാം. ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അവിടെ പൂട്ടിയിട്ടിട്ട് അവള് ദയനീയമായിട്ട് തുറന്നു വിടെന്ന് പറയുന്ന രീതിയിലാണ് ഞാൻ ഇന്ന് അതൊക്കെ ഞാൻ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുന്നത് കേട്ടോ. പറ്റത്തില്ല. അവന്റെ പീഡനം, അവന്റെ പെങ്ങളെ പീഡനം, അവന്റെ അച്ഛന്റെ പീഡനം. വിവാഹം കഴിഞ്ഞതു മുതൽ മകൾ പീഡനം അനുഭവിക്കുകയായിരുന്നുവെന്നും ഇതാണ് ആത്മഹത്യയ്ക്ക് വഴിവെച്ചതെന്നുമാണ് അമ്മയുടെ പരാതി. എന്റെ കുഞ്ഞിനെയും കൊണ്ട് ഒരിടത്ത് പോവാൻ സമ്മതിക്കത്തില്ല. അന്നേരം എല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അവനും ഫ്രണ്ട്സിന്റെ ഫാമിലിയായിട്ട് പോകുന്നതിന് പെങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. എന്റെ മോളെയും കുഞ്ഞിനെയും കൊണ്ടുപോകത്തില്ല. ആ പൊടി കുഞ്ഞിനെ നോക്കത്തില്ല. അതിനെന്തെങ്കിലും ഒരു അസുഖം വന്നാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകത്തില്ല. ഒന്ന് വാഷ്റൂമിൽ പോകണം നിതീഷെ, കുഞ്ഞിനെ എന്നെടുക്കാൻ പറയും, ഇവിടെ കൊണ്ട് ഇട്. പിന്നെ അവൻ എന്ത് അധികാരത്തിലാണ് അച്ഛനെന്നും പറഞ്ഞ് ഈ കുഞ്ഞിനെ വേണോന്ന് പറയുന്നത്? വിഭജിക നേരിട്ട പീഡനങ്ങളുടെ ഡിജിറ്റൽ തെളിവുകളും ആത്മഹത്യാക്കുറിപ്പും അമ്മ പോലീസിന് കൈമാറിയിട്ടുണ്ട്. വിദേശകാര്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകി. വിഭജികയുടെയും മകളുടെയും മൃതദേഹം നാട്ടിലെത്തിച്ചാൽ റീപോസ്റ്റ്മോർട്ടം വേണമെന്നും അമ്മ ആവശ്യപ്പെടുന്നു. കേസ് CBIക്ക് കൈമാറണമെന്നാണ് ശൈലജയുടെ ആവശ്യം. അതേസമയം കുട്ടിയുടെ മൃതദേഹം നാട്ടിലേക്ക് അയക്കില്ലെന്നാണ് നിതീഷിന്റെ നിലപാട്. കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയാണ് വിഭജികയെയും മകൾ വൈഭവിയെയും ഷാർജയിലെ ഫ്ളാറ്റിൽ ഒരേ കയറിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ന്യൂസ് 18 കൊട്ടാരക്കര. പോലീസ് ടെലികമ്മ്യൂണിക്കേഷൻ ഇൻസ്പെക്ടർ ജെയ്സൺ അലക്സിന്റെ മരണത്തോടെ വീണ്ടും സേനയിലെ ആത്മഹത്യ ചർച്ചയാകുന്നു. അമിത ജോലിഭാരത്തെ തുടർന്നാണ് ഉദ്യോഗസ്ഥന്റെ ആത്മഹത്യ എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. അമിത ജോലിഭാരത്താൽ ജീവനൊടുക്കിയ മറ്റൊരു സംഭവമാവുകയാണ് ജെയ്സന്റെ മരണം. 5.5 വർഷത്തിനിടെ 90 പോലീസുകാരാണ് സേനയിൽ ആത്മഹത്യ ചെയ്തത്. പോലീസ് സേനയിലെ തീരാശാപമാവുകയാണ് അമിത ജോലിഭാരമെന്ന ഭീകരത. കമ്പ്യൂട്ടർ വൽക്കരണം നടപ്പായപ്പോൾ പണി കുറയുമെന്ന് സാധാരണ പോലീസുകാർ പ്രതീക്ഷിച്ചു. എന്നാൽ മേലധികാരികൾ ചെയ്യേണ്ട ജോലി കൂടി പോലീസുകാരുടെ തലയിലായി. കുടുംബത്തിൽ പ്രധാനപ്പെട്ട ചടങ്ങ് നടന്നാൽ പോലും പങ്കെടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഉദ്യോഗസ്ഥരുടെ അവസ്ഥ മനസ്സിലാക്കി കഴിഞ്ഞ വർഷം പോലീസ് ആസ്ഥാനം ഉത്തരവിറക്കി. നൽകാൻ കഴിയുന്ന പരമാവധി അവധികൾ ഉദ്യോഗസ്ഥർക്ക് നൽകണമെന്ന്. യോഗയും കൗൺസലിംഗുമൊക്കെ കൊണ്ടുവന്നു. പക്ഷേ ഇതൊന്നുമല്ല അടിസ്ഥാന പ്രശ്നമെന്ന് ദുരിതം പേറുന്ന പോലീസുകാർ പറയുന്നു. ഉദ്യോഗസ്ഥ മേലാളത്വത്തിൻ്റെ മനസ്ഥിതി മാറാതെ കാര്യങ്ങൾക്ക് ഒരു മാറ്റവും ഉണ്ടാകില്ലെന്ന ചർച്ചയാണ് ഇപ്പോൾ പോലീസുകാരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ സജീവമാകുന്നത്. കഴിഞ്ഞ വർഷം ഇതേ മാസം ഒരാഴ്ചക്കിടെ ആത്മഹത്യ ചെയ്തത് 5 പോലീസുകാരായിരുന്നു. ASI ജിമ്മി ജോർജ് പോലീസ് അക്കാഡമിയിലെ പഴയ ആശുപത്രി കെട്ടിടത്തിൽ തൂങ്ങി മരിച്ചു. ആലപ്പുഴ എയർ ക്യാമ്പിലെ പോലീസ് ഡ്രൈവർ സുധീഷിനെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. എറണാകുളം ഇൻഫോ പാർക്ക് സ്റ്റേഷനിലെ CPA മധുവിനെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. വണ്ടൻമേട് സ്റ്റേഷനിലെ കോൺസ്റ്റബിൾ രതീഷിനെ ലോഡ്ജിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വിഴിഞ്ഞം സ്റ്റേഷനിലെ ASI ജോർജ് കുരുവിളയെ കോട്ടയത്തെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇപ്പോൾ ജെയ്സൺ അലക്സിൻ്റേതടക്കം ഒട്ടുമിക്ക ആത്മഹത്യകളും അമിത ജോലിഭാരത്തെ തുടർന്നാണ്. തുടർച്ചയായി 48 മണിക്കൂർ വരെ ജോലി ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകാറുണ്ട്. കുറ്റാന്വേഷണം, ക്രമസമാധാന പാലനം, VIP ഡ്യൂട്ടി, ജനമൈത്രി, കോടതി ജോലികൾ തുടങ്ങി ദൈനംദിനം ഒട്ടനവധി പ്രവൃത്തികൾ ചെയ്യേണ്ടതുണ്ട്. ആൾക്ഷാമത്തിന് പരിഹാരം കാണുക എന്നതാണ് പ്രധാന വിഷയമായി ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നത്. VV വിനോദ്, ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. എറണാകുളം നോർത്ത് പാലത്തിന് സമീപം ഫർണിച്ചർ കടയിൽ തീപിടുത്തം. പുലർച്ചെയുണ്ടായ തീപിടുത്തത്തിൽ കട പൂർണ്ണമായി കത്തിനശിച്ചു. 3 പെട്രോൾ പമ്പുകൾക്ക് സമീപത്തുണ്ടായ തീപിടുത്തം വലിയ ആശങ്കകൾക്കിടയാക്കിയെങ്കിലും ഫയർഫോഴ്സിന്റെ ഇടപെടൽ വലിയ അപകടം ഒഴിവാക്കി.
ഇന്ന് പുലർച്ചയോടെയാണ് തീപിടുത്തമുണ്ടാകുന്നത്. എറണാകുളം നോർത്ത് ഭാഗത്ത് ഇവിടെ ടൗൺ ഹാളിന് സമീപം പാലം ഇറങ്ങി വരുന്ന ഈ ഭാഗത്തുള്ള ഈ ഫർണിച്ചർ കടയാണ്. ഈ ഫർണിച്ചർ കട ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടി തീ പടരുകയായിരുന്നു. പക്ഷേ വളരെ നിമിഷം കൊണ്ട് തന്നെ ഇത് പൂർണ്ണമായും കത്തിയെരിയുന്ന അവസ്ഥയിലേക്ക് വന്നു. ഫർണിച്ചർ ഷോപ്പ് എന്ന് പറയുമ്പോൾ ഇത് ഈ പഴയ ഫർണിച്ചറുകൾ എടുത്ത് അത് നന്നാക്കി പുതിയതാക്കി മാറ്റി അങ്ങനെ വിൽക്കുന്ന ആ രീതിയിലുള്ള ഓഫീസ് ഫർണിച്ചറുകൾ, ഈ സെക്കൻഡ് ഹാൻഡ് ഫർണിച്ചറുകൾ അത് പുതിയ രീതിയിലേക്കാക്കി വിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇപ്പോൾ ഇത് പൂർണ്ണമായും തന്നെ അത് കത്തി നശിച്ചിരിക്കുന്നു എന്നതാണ്. മുഴുവനായി ഇവിടെ സൂക്ഷിച്ചിരുന്ന കസേരകൾ, മേശകൾ, കൂടുതലും കസേരകളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഓഫീസ് ചെയറുകളാണ് കൂടുതലായിട്ടും തന്നെയും ഇവിടെ ഉണ്ടായിരുന്നത്. ഈ ഓഫീസ് ചെയറുകൾ പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുന്നു. മുഴുവനായിട്ട് തന്നെ കത്തി അതിൻ്റെ ആ ഒരു ചട്ടക്കൂട്, ഇരുമ്പ് ചട്ടക്കൂട്, അതിൻ്റെ മേൽക്കൂര പൂർണ്ണമായും താഴേക്ക് ഇരുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിൻ്റെ ഒരു അപകടാവസ്ഥ എന്ന് പറയുന്നത് ചുറ്റുപാടും തന്നെ കടകളാണ്. ചുറ്റുപാടും അടുത്തും എല്ലാം തന്നെ കടകളുണ്ട്. മുഖ്യ വഴിയാണ്, എറണാകുളത്ത് പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്. അവിടെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. തൊട്ടടുത്ത് ഇതിന് നേരെ എതിർഭാഗത്ത് കാണുന്നത് പെട്രോൾ ബങ്കാണ്. 2 പെട്രോൾ ബങ്കുകൾ ഇതിൻ്റെ ഇടം വലവും അതിന് എതിർവശത്തും പെട്രോൾ ബങ്കുകളുണ്ട്. അതുകൊണ്ട് അതീവ അപകട ഉള്ള ഒരു സാധ്യത തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതിന് ശേഷം വളരെ 7ഓളം ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇവിടെ എത്തുകയും നിരന്തരമായ അവരുടെ ശ്രമഫലമായിട്ടാണ് തീ അണയ്ക്കാനും എല്ലാം തന്നെ സാധിക്കുകയും ചെയ്തത്. ചുറ്റുപാടും കെട്ടിടങ്ങൾ നിറഞ്ഞ അതിന് നടുക്ക് ഉള്ള ഒരു ഭാഗമാണിത്. ഇവിടെയാണ് തീപിടുത്തമുണ്ടായത്. അതുകൊണ്ട് 2 വശത്തുമുള്ള ഈ കെട്ടിടങ്ങൾ അത് അപകടാവസ്ഥയിലേക്ക് പോകരുത്, തീ പടരാതിരിക്കണം. അങ്ങനെ വളരെ കഠിനമായ പരിശ്രമത്തിനൊടുവിലാണ് തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചത്. ഇതിൻ്റെ ഉടമസ്ഥൻ നേരത്തെ സംസാരിക്കുമ്പോൾ പറയുന്നത് അദ്ദേഹം ഇവിടെ മോഷണ ശ്രമം ഉണ്ടായിട്ടുണ്ട് നേരത്തെയും. ആ മോഷണ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഈ തീപിടുത്തമുണ്ടായത്. അവർ ലൈറ്റ് കത്തിക്കുകയോ ഏതെങ്കിലും രീതിയിൽ തീപ്പെട്ടി ഉരയ്ക്കുകയോ എല്ലാം ചെയ്തത് അങ്ങനെ തീ പടർന്നതാകാമെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഇപ്പോൾ പൂർണ്ണമായും തീ അഗ്നി നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. നിരന്തരമായ ഒരു പരിശ്രമത്തിനൊടുവിലാണ് അതെടുത്തു പറയേണ്ടിയിരിക്കുന്നു. ചുറ്റുപാടും 3 പെട്രോൾ ബങ്കുകളും ഒപ്പം തന്നെ നിരവധി കടകളുമുണ്ട്. നഗരമധ്യത്തിൽ തന്നെയാണ് ഉള്ളത്. നിരന്തരമായ ഒരു പരിശ്രമം കൊണ്ട് മാത്രമാണ് വലിയൊരു അഗ്നിബാധയിൽ നിന്ന് തന്നെ അഗ്നിരക്ഷാ സേനയുടെ പ്രവർത്തനം അതിനെ തടയിടാനായിട്ട്, ഈ വലിയൊരു അഗ്നിബാധയ്ക്ക് തടയിടാനായിട്ട് സാധിച്ചത്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ ധനേഷിനൊപ്പം ജാനി പോൾ, ന്യൂസ് 18. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് 10 കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിൽ. പശ്ചിമബംഗാൾ സ്വദേശി ദേവരഥ് സർക്കാരാണ് പിടിയിലായത്. ചെങ്കോട്ടുകോണം തുണ്ടത്തിലിന് സമീപം ഇയാൾ താമസിക്കുന്ന വീട്ടിൽ നിന്നാണ് 10 കിലോ കഞ്ചാവ് കണ്ടെടുത്തത്. പശ്ചിമബംഗാളിൽ നിന്നാണ് ഇയാൾ കഞ്ചാവ് കേരളത്തിലെത്തിച്ചിരുന്നത്. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ ചില്ലറ വിൽപ്പന നടത്തിവരികയായിരുന്നു. പാദപൂജ വിവാദത്തിൽ മാവേലിക്കരയിൽ സ്കൂളിനെതിരെ പ്രതിഷേധം. മാവേലിക്കര വിദ്യാധിരാജ വിദ്യാപീഠം സെൻട്രൽ സ്കൂളിലേക്ക് AISF, AYF സംഘടനകൾ മാർച്ച് നടത്തി. പാദപൂജ ചെയ്തതിൽ സ്കൂൾ അധികൃതർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് മാർച്ച്. പാദപൂജ നടത്തിയ കാസർഗോഡ് തൃക്കരിപ്പൂർ ശ്രീചക്രപാണി വിദ്യാമന്ദിരത്തിലേക്ക് ഡിവൈഎഫ്ഐ നടത്തിയ മാർച്ചിൽ ഉന്തും തള്ളും. സ്കൂളിലേക്കുള്ള റോഡിൽ പോലീസ് കയറ് കെട്ടി പ്രതിഷേധക്കാരെ തടഞ്ഞതോടെയാണ് ഉന്തും തള്ളും ഉണ്ടായത്. പോലീസിന്റെ പ്രതിരോധം ഭേദിച്ച് മാർച്ച് വിദ്യാലയ പരിസരത്തേക്ക് നീങ്ങി. ഇതോടെ വിദ്യാലയം സംരക്ഷണ സമിതിയും RSS പ്രവർത്തകരും പ്രതിഷേധക്കാരെ നേരിടാനായി സംഘടിച്ചു. പോലീസ് ഏറെ പണിപ്പെട്ടാണ് ഇരു വിഭാഗങ്ങളെയും നിയന്ത്രിച്ചത്. തൃത്താല തിരുമിറ്റക്കോട് വയോധികൻ കഴുത്തറുത്തു മരിച്ചു. ഈങ്ങാപ്പുഴി വളപ്പിൽ അച്യുതനാണ് മരിച്ചത്. രാവിലെ വീട്ടിലെ പറമ്പിൽ വെച്ച് ബ്ലേഡ് കൊണ്ട് സ്വയം കഴുത്ത് മുറിക്കുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കായകൽപ്പ പുരസ്കാര നേട്ടം കൈവരിച്ച് ഷൊർണൂർ കുളപ്പുള്ളി നഗര പ്രാഥമികാരോഗ്യ കേന്ദ്രം. ജില്ലയിലെ ഏറ്റവും മികച്ച നഗര പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾക്ക് നൽകുന്ന 2 ലക്ഷം രൂപയുടെ പുരസ്കാരമാണ് ഇത്തവണ കുളപ്പുള്ളി ആതുര സേവനാലയത്തെ തേടിയെത്തിയത്.
ശുചിത്വം, മാലിന്യ സംസ്കരണം, അണുബാധ നിയന്ത്രണം എന്നിവയിൽ മികവ് പുലർത്തുന്ന ആരോഗ്യ സ്ഥാപനങ്ങൾക്കാണ് പുരസ്കാരം നൽകുന്നത്. കായകൽപ്പ പുരസ്കാര മാനദണ്ഡത്തിൽ 91.3% മാർക്കാണ് ആശുപത്രി നേടിയത്. 88.2% മാർക്ക് നേടി കിഴക്കഞ്ചേരി കുടുംബാരോഗ്യ കേന്ദ്രം 2ാം സ്ഥാനവും 85 മാർക്ക് നേടി കപ്പൂർ കുടുംബാരോഗ്യ കേന്ദ്രം 3ാം സ്ഥാനവും കരസ്ഥമാക്കി. ഇവർക്ക് 50,000 രൂപയാണ് അവാർഡ്. ഷൊർണൂർ നഗരസഭയിലെ കുളപ്പുള്ളി അർബൻ ഹെൽത്ത് സെന്ററിന് ഈ വർഷവും കായകൽപ്പം അവാർഡ് ലഭ്യമായി. 2 ലക്ഷം പ്രൈസ് മണിയും അതുപോലെ അതിൻ്റെ മികച്ച ഹെൽത്ത് സെന്ററിനുള്ള പുരസ്കാരവും വിതരണം ചെയ്യപ്പെടും. കഴിഞ്ഞ വർഷം ഇതേ ഹെൽത്ത് സെന്ററിന് സംസ്ഥാനത്ത് 2ാം സ്ഥാനം ഉണ്ടായിരുന്നു. മുൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഫാത്തിമയുടെ നേതൃത്വത്തിലായിരുന്നു അന്ന് പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത്. 15 ജീവനക്കാരുള്ള പ്രാഥമിക കുടുംബാരോഗ്യം കഴിഞ്ഞ വർഷം 2ാം സ്ഥാനവും കരസ്ഥമാക്കിയിരുന്നു. ന്യൂസ് 18 ഷൊർണൂർ. വയോധിക മാത്രമുള്ള സമയം KSEB ഉദ്യോഗസ്ഥൻ എന്ന വ്യാജേന എത്തിയ അജ്ഞാതൻ വീട്ടിലെ ഫ്യൂസ് ഊരിയതായി പരാതി. ഇടുക്കി രാജകുമാരിയിലാണ് സംഭവം. ജീവനക്കാരെ അയച്ചിട്ടില്ലെന്നും സംഭവത്തിൽ അന്വേഷണം നടത്തുമെന്നും KSEB അറിയിച്ചു. രാജകുമാരി ഷല്ലിയിൽ സിബിയുടെ വീട്ടിലെ വൈദ്യുതി ബന്ധമാണ് കഴിഞ്ഞ ദിവസം വിച്ഛേദിച്ചത്. 72 വയസ്സുകാരിയായ സിബിയുടെ അമ്മ അന്നമ്മ മാത്രം വീട്ടിലുണ്ടായിരുന്നപ്പോഴായിരുന്നു സംഭവം. KSEB ഉദ്യോഗസ്ഥനെന്ന് പരിചയപ്പെടുത്തി കാക്കി വസ്ത്രം ധരിച്ചെത്തിയ അജ്ഞാതൻ ബില്ലടയ്ക്കാത്തതിനാൽ ഫ്യൂസ് ഊരുകയാണെന്ന് അറിയിക്കുകയായിരുന്നു. പണമടച്ചെന്ന് പറഞ്ഞെങ്കിലും ഫ്യൂസ് ഊരിക്കൊണ്ടു പോവുകയായിരുന്നു. പൈസ അടച്ചെന്നാണ് ഞാൻ പറഞ്ഞത്, വേറെ ഒന്നും പറഞ്ഞില്ല. പത്ര പറഞ്ഞു 3 പ്രാവശ്യം പറഞ്ഞ് പൈസ അടച്ചതാന്ന് പറഞ്ഞപ്പോൾ ഒന്നും വേഗം തന്നെ ഇവിടെ വന്ന് ഇങ്ങോട്ട് വന്നു. അത് ഇങ്ങോട്ട് വന്നതുകൊണ്ട് പിന്നെ ഞാനും വന്നപ്പോൾ കാലും കൊണ്ട് പയ്യെ നടക്കാവുള്ളൂ. വന്നപ്പോഴത്തേക്കും ഇവിടെ വന്നിട്ട് അപ്പോൾ കടലാസൊന്നും തന്നില്ല, ഇണ്ടാതെ അങ്ങ് പോവുകയും ചെയ്തു. ഞാൻ അപ്പുറം വീട്ടിൽ ചെന്നു, അവിടെ ഉണ്ടോയെന്നറിയാൻ. അവിടെ ഇല്ല. പിന്നീട് കുടുംബാംഗങ്ങളെത്തി രാജകുമാരി KSEB ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോഴാണ് ഓഫീസിൽ നിന്നും ആളെ അയച്ചിട്ടില്ലെന്ന് അറിഞ്ഞത്. ഇവിടുന്ന് ആരും വന്ന് ഫീസ് ഊരിയിട്ടില്ല, ഇവിടുന്ന് ആരും ഞങ്ങൾ വിട്ടിട്ടുമില്ല. നിങ്ങൾ കാരണന്മാരായിരിക്കും ഊരിയെന്ന് പുള്ളി എന്നോട് പറഞ്ഞു. കാരണന്മാർ ഊരാൻ ഞങ്ങൾ 70 പൈസ കാരണന്മാർ ഊരാൻ പറ്റില്ല, ഇങ്ങനെ ഊരുന്നത് അത് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല, നിങ്ങളെല്ലാം ചെയ്യാൻ പറഞ്ഞു. പുള്ളി ആ ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോയി ചെയ്തു. മര്യാദയില്ലാത്ത രീതിയിലാണ് നമ്മളെ ഒരു കളിയാക്കുന്ന രീതിയിലാണ് പുള്ളി അത് എന്നോട് സംസാരിച്ചത്. സംഭവം KSEBയിൽ അറിയിച്ചിട്ടും ഒരു ദിവസം കഴിഞ്ഞാണ് ഉദ്യോഗസ്ഥരെത്തി വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചത്. നിലവിൽ അത് പരിശോധിച്ചപ്പോഴത്തേക്ക് അത് നമ്മുടെ ജീവനക്കാർ അവിടെ ഡിസ്കണക്ഷൻ ചെയ്യാൻ വേണ്ടി പോയിട്ടില്ല. കാര്യം വെച്ചാൽ അതിന് നേരത്തെ പൈസ അടച്ചു പോയതാണ്. നിലവിൽ അതിനകത്ത് നമ്മുടെ DC ലിസ്റ്റിൽ വരാത്തായിരുന്നു. അപ്പോൾ എന്താണ് കാര്യം എന്നുള്ളത്, ശരിക്കും എന്താണ് കാര്യം സംഭവിച്ചെന്നുള്ളത് ശരിക്കും അറിയത്തില്ല. അത് പരാതി പരിഹരിച്ച് അവരിപ്പോൾ നിലവിൽ നമ്മളിപ്പോൾ സപ്ലൈക്ക് റീകണക്ഷൻ കൊടുത്ത് സപ്ലൈ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഫീസ് അവിടെ ഇല്ലായിരുന്നു, വേറെ ഫീസ് കൊണ്ടിട്ട് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്, സപ്ലൈ കൊടുത്തിട്ടുണ്ട്. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് KSEB അറിയിച്ചു. ന്യൂസ് 18 ഇടുക്കി. കായംകുളം നഗരസഭാ പരിധിയിലെ 2 ആശുപത്രികൾ സ്വന്തം കെട്ടിടത്തിന്റെ പോരായ്മയെ തുടർന്ന് പ്രവർത്തനം മാറ്റിയതോടെ വാടക ഇനത്തിൽ നഗരസഭ നേരിടുന്നത് ലക്ഷങ്ങളുടെ നഷ്ടം. 30 സെന്റ് സ്ഥലം സ്വന്തമായുള്ള ഹോമിയോ ആശുപത്രി പരിസരം വെള്ളക്കെട്ടായതോടെയാണ് വാടക കെട്ടിടത്തിലേക്ക് മാറ്റേണ്ടി വന്നത്. കൊച്ചുകുളങ്ങരയിൽ 100 കണക്കിന് രോഗികൾക്ക് ആശ്രയമായിരുന്ന ആയുർവേദ ആശുപത്രി ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി പ്രവർത്തനം മാറ്റിയിട്ട് 2 വർഷത്തിലേറെയായി. ഹോമിയോ ആശുപത്രി OP യൂണിറ്റ് 1 വർഷം മുൻപ് വാടക കെട്ടിടത്തിലേക്ക് മാറ്റിയിരുന്നു. ഇപ്പോൾ IP വിഭാഗവും ഇതേ കെട്ടിടത്തിലേക്ക് മാറ്റി. നാട്ടുകാർ പണം സമാഹരിച്ചാണ് വർഷങ്ങൾക്ക് മുൻപ് ആശുപത്രിക്ക് സ്ഥലം വാങ്ങിയത്. OP വിഭാഗം കെട്ടിട നിർമ്മാണത്തിന് MLA ആയിരുന്ന MM ഹസൻ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 25 ലക്ഷം രൂപയും IP കെട്ടിട നിർമ്മാണത്തിന് MP ആയിരുന്ന വയലാർ രവി 20 ലക്ഷം രൂപയും അനുവദിച്ചിരുന്നു. നഗരസഭ മെയിന്റനൻസ് ഗ്രാന്റ് പ്രകാരമുള്ള തുക ചെലവഴിക്കുന്നതിൽ വരുത്തിയ വീഴ്ചയാണ് ആശുപത്രി പരിസരം വെള്ളക്കെട്ടിലാകാൻ കാരണമെന്ന് ആക്ഷേപവുമുണ്ട്. കൊറ്റംകുളങ്ങരയിലെ ആയുർവേദ ആശുപത്രി ഇപ്പോഴത്തെ കെട്ടിടത്തിൽ പ്രവർത്തിപ്പിക്കാനാകുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട്. പുനരുദ്ധരിക്കാൻ ശ്രമിക്കുന്ന കെട്ടിടത്തിന്റെ മുകളിലൂടെ 11 kV വൈദ്യുതി ലൈൻ പോകുന്നുണ്ട്. അതിനാൽ മുകളിലത്തെ നിലയുടെ മേൽക്കൂര കോൺക്രീറ്റ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യവുമുണ്ട്. ഈ ആശങ്കകൾക്കിടയിലും നഗരസഭ 30 ലക്ഷത്തിലേറെ രൂപയാണ് ആശുപത്രി കെട്ടിടം പുനരുദ്ധരിക്കാനായി ചെലവഴിക്കുന്നത്. ന്യൂസ് 18 കായംകുളം. ചക്കക്കാലമായതോടെ ഇടുക്കി ചിന്നക്കനാലിലെ കൃഷിയിടങ്ങൾ കീഴടക്കി ചക്കക്കൊമ്പൻ. പ്ലാവ് കുലുക്കി ചക്ക പറിക്കുന്നതിനൊപ്പം കാർഷിക വിളകളും വ്യാപകമായി നശിപ്പിക്കുകയാണ്. ചക്കക്കൊമ്പനെ കൂടാതെ മറ്റാനകളും ജനവാസ മേഖലയിൽ പതിവായി ഇറങ്ങുന്നുണ്ട്.
എപ്പോഴും നോക്കിയാലും രാത്രി നേരത്തിൽ ഒരു 10 മണിയാകുമ്പോൾ കറണ്ട് ഊരിക്കളയുക. വെളുപ്പിന് ഒരു 3-4 മണിക്കാണ് കറണ്ട് പിന്നെയും വരുന്നത്, ഇല്ലെങ്കിൽ 6 മണിക്ക് വരുന്നുള്ളൂ. അപ്പോൾ ഈ രാത്രി നേരത്തിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഒരു ചെയ്യാനും പറ്റത്തില്ല. ഇതേ ഒരു ട്യൂബ് ലൈറ്റ് ഇട്ടേക്കുക, ഇത് അന്ന് കിടക്കുക, ഇത് ഒരു വണ്ടി പൊട്ടിച്ചിട്ടത് കണേശമ്പി കിടക്കുക. അതുപോലും നോക്കാനായിട്ട് പറഞ്ഞിട്ട് കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് നോക്കാനായിട്ട് ആളില്ല. പിന്നെ എന്ത് ചെയ്യാനാ? ഈ ചിന്നക്കനൽ വാസികൾക്ക് ரொம்ப ബുദ്ധിമുട്ടാണ് ജീവിക്കാനായിട്ട്. കൈവശ ഭൂമിക്ക് പട്ടയമില്ലാത്തതിനാൽ പല കർഷകർക്കും നഷ്ടപരിഹാരവും കിട്ടുന്നില്ല. പ്ലാവുകൾ വെട്ടിനീക്കുന്നതിന് കർഷകർ തയ്യാറാണെങ്കിലും കൈവശ ഭൂമിയിലെ മരം മുറിക്കുന്നതിനും അനുമതിയില്ല. അതേസമയം RRT സംഘത്തിന്റെ പ്രവർത്തനം കാര്യക്ഷമമല്ലെന്നും കർഷകർ ആരോപിക്കുന്നു. ന്യൂസ് 18 ഇടുക്കി. ഓണവിപണിയിൽ പ്രതീക്ഷയർപ്പിച്ച് ചെണ്ടുമല്ലി തൈകൾ നട്ടു. അനുകൂല കാലാവസ്ഥയിൽ വണ്ടൂർ സർവീസ് സഹകരണ ബാങ്കും കൃഷിഭവനും സംയുക്തമായാണ് പാട്ടത്തിനെടുത്ത് 2 ഏക്കറിൽ കൃഷിയിറക്കിയത്. തൈനടലിന്റെ ഉദ്ഘാടനം ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. ഓണവിപണിയിൽ പ്രതീക്ഷയർപ്പിച്ച് ചെണ്ടുമല്ലി തൈകൾ നട്ടിരിക്കുകയാണ് വണ്ടൂർ സർവീസ് സഹകരണ ബാങ്കും കൃഷിഭവനും. അനുകൂല കാലാവസ്ഥയിൽ സംയുക്തമായാണ് അംബേദ്കർ കോളേജിന് സമീപത്തായി ബാങ്ക് പാട്ടത്തിനെടുത്ത 2 ഏക്കറിൽ കൃഷിയിറക്കിയത്. തൈനടിയിലിന്റെ ഉദ്ഘാടനം കൃഷി ഓഫീസർ ടി ഉമ്മർ കോയ ഉദ്ഘാടനം ചെയ്തു. വണ്ടൂർ കുടുംബശ്രീയുമായി ചേർന്നുകൊണ്ട് 3 ഹെക്ടർ സ്ഥലത്ത് വണ്ടൂർ പഞ്ചായത്തിൻ്റെ പല സ്ഥലങ്ങളിലായിട്ട് നമ്മളൊരു 50,000-ഓളം ചെണ്ടുമല്ലി കൃഷി ചെയ്തിട്ടുണ്ട്. ഇതും കൂടെ ഇവിടെ ഒരു 20,000-ഓളം ചെണ്ടുമല്ലിയാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. പലതരത്തിലുള്ള ചെണ്ടുമല്ലി കൃഷിയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൃഷി വകുപ്പിൻ്റെ എല്ലാ പിന്തുണയും ഇതിനുണ്ട്. ഈ ഒരു ഉദ്യമം തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഒരു ആത്മാർത്ഥമായ സഹകരണം, പേരിനുള്ള ഒരു തൊഴിലിന് അപ്പുറത്ത് രാവിലെ 8 മണിക്ക് എത്തിക്കൊണ്ട് വൈകുന്നേരം 5 മണി മുതൽ 6 മണി വരെയും ജോലി ചെയ്തിട്ട് ഒഴിവുവേളകൾ അവരുടെ ചായയും ചോറും ഒക്കെ തിന്നുന്ന സമയം വളരെ കുറച്ചുകൊണ്ട് മുഴുവൻ സമയത്തും അവരുടേതായ ഒരു കൃഷിയായിട്ടാണ് അവർ ഈ കൃഷി സ്ഥലത്തെ കാണുന്നത്. കയർ പിടിച്ചൊക്കെ നട്ട് വളരെ ഭംഗിയായ രീതിയിലാണ് അവരിവിടെ പ്ലാൻ ചെയ്ത് കൊണ്ടിരിക്കുന്നത്. വെള്ളയും മഞ്ഞയും ഗോൾഡും നിറത്തിലുള്ള ഹൈബ്രിഡ് വിത്തുകളാണ് കൃഷിക്ക് ഉപയോഗിക്കുന്നത്. അത്തത്തിന് 4 ദിവസം മുമ്പ് വിളവെടുപ്പ് നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. 2 ലക്ഷത്തോളം ചെലവിലാണ് പൂകൃഷി. ന്യൂസ് 18 തിരൂർ. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 9,155, പവന് 73,240. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 7,540, പവന് 60,320. വെള്ളി ഗ്രാമിന് 125, കിലോ 1,25,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സകലമാന കേരളം പൂർണ്ണമാകുന്നു. ഇനി പ്രൈം ഡിബേറ്റിൽ മഞ്ജുഷ് ഗോപാൽ ചേരും. നമസ്കാരം.